ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തങ്ങളിലുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. തേർഡ് പാർട്ടി ഉള്ളവർ മാത്രം കണ്ടാൽ മതി. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണോസ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണും തേർഡ് പാർട്ടിയും തങ്ങളിലുള്ള സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ലവ് തേർഡ് പാർട്ടി മാത്രമല്ല, പേരൻസ് ആകാം. ഓക്കെ, അതുപോലെ തന്നെ ഫാമിലി, ജോലി, സാമ്പത്തികം, ഇതെല്ലാം നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആകാം. നിങ്ങളുടെ റിലേഷനെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള എന്ത് തന്നെ ആണെങ്കിലും അത് നിങ്ങളെ പ്രതി അത് തേർഡ് പാർട്ടിയാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള പേഴ്സണും തേർഡ് പാർട്ടിയും തങ്ങളിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് പോകുന്നതോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിച്ച് പോകുന്നതോ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ചില കമ്മിറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് ഒന്നുകിൽ തേർഡ് പാർട്ടി ചോദിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചോദിക്കുകയോ ചെയ്യുന്നുണ്ട്. അവരുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ അവർക്കത് ഒത്തുചേർന്ന് പോകുവാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് തേർഡ് പാർട്ടി അകന്നു പോകുന്നതായി കാണുന്നു. ഒന്നുകിൽ നിങ്ങൾ ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളോടുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, ഇവിടെ ടവറാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു കാര്യം ചെയ്തതിൽ അവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ട് തന്നെയാണ് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് അതെല്ലാം അവസാനിപ്പിച്ച് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്ന ഒരു മാനസികാവസ്ഥ കാണുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുമായിട്ടുണ്ടായ പ്രശ്നത്തിൽ അവർക്ക് ഒരുപാട് മാനസിക വിഷമങ്ങൾ ഇവിടെ നേരിടുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസും തേർഡ് പാർട്ടിയും തങ്ങളിലുള്ള വ്യൂസിൻ്റെ പേഴ്സണും തേർഡ് പാർട്ടിയും തങ്ങളിലുള്ള സിറ്റുവേഷൻ എന്താണ്? അവിടെ നല്ല രീതിയിൽ തേർഡ് പാർട്ടിയെ ചൊല്ലി ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻ സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പം നിങ്ങളെ ചൊല്ലിയാണ് അവിടെ വഴക്കുണ്ടാകുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേഷനുമായി ബന്ധപ്പെട്ട് അവിടെ അവർ ശരിയല്ല, ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ പോകുന്നു, ശാന്തിയും സമാധാനവും ഇല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഡിവോഴ്സ് എന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിട്ടുപോകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, നഷ്ടങ്ങൾ ഒരുപാട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ അവിടെ നേരിടുന്നതായി കാണുന്നു. നിങ്ങളെ പ്രതി അവർ ഒരുപാട് വേദന അനുഭവിക്കുന്നതായി കാണുന്നു. നിങ്ങളെ വിട്ടുപോയത് അവർക്ക് ഇപ്പോൾ വലിയൊരു തെറ്റായിട്ട് തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവർക്ക് സമാധാനമില്ല. ഓക്കെ, അവർ കർമ്മ അനുഭവിക്കുകയാണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഓക്കെ, നിങ്ങളിലേക്ക് തിരിച്ചു വരണം, ഒരു സന്തോഷം നിങ്ങൾക്ക് തരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവർ വെയിറ്റ് ചെയ്യുകയാണ്, നല്ലൊരു സമയത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണും തേർഡ് പാർട്ടിയും തങ്ങളിലുള്ള സിറ്റുവേഷനിൽ ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? ഓക്കെ, തേർഡ് പാർട്ടിക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. ഗിവ് ആൻഡ് ടേക്ക്, നല്ല രീതിയിൽ മിസ്സിങ് എനർജി ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കും വിട്ടുപോയിരിക്കുന്നത്, ആരെങ്കിലും ഒരാൾ എന്തായാലും പോയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ മിസ്സിങ് എനർജിയാണ് വരുന്നത്. അപ്പോൾ അത് വീണ്ടും നേരെയാക്കി കൊണ്ടുപോകുവാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഒരു നല്ല കമ്മിറ്റ്മെൻറ്റ്, ചില കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ഓഫർ ചെയ്തുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് വീണ്ടും നേരെ കൊണ്ടുവരാൻ തേർഡ് പാർട്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കറണ്ട് ഫീലിങ്സ് എന്താണ്? ഓക്കെ, ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, മാനസികമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല, മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നില്ല. എല്ലാം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില യുഗ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് മാനസികമായി തകർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ മൂവ് ഓൺ ചെയ്യുവാനാണ്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാനാണ് തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് 2 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? അവിടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവർ ചിന്തിക്കുന്നത് ഇതാണ്, അവർക്ക് ഇപ്പോൾ സ്നേഹം നിങ്ങളോടാണ് എന്നാണ് അവരുടെ ഓവർ തിങ്കിങ്. അതാണ്. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് എപ്പോഴും ഉള്ളതെന്ന് തേർഡ് പാർട്ടി ചിന്തിച്ചുകൊണ്ട് അവരോട് സ്നേഹമില്ല, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്ത അവർക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്.
അവർ ഇപ്പോൾ കൂടുതലും അവരെ ശ്രദ്ധിക്കുന്നില്ല, തേർഡ് പാർട്ടിയെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ അവിടെ വഴക്കുകൾ ഉണ്ടാകുന്നതായി കാണുന്നു. ചില വെയിറ്റിംഗ് ആണ് ഇവിടെ കാണുന്നത്. സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അവിടെ ചില ഇഷ്യൂ നടക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും സാമ്പത്തികം നേടിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ സാമ്പത്തികം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടോ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങളെക്കുറിച്ചാണ് ചിന്ത. മുഴുവനും നല്ല കാർഡ് നിങ്ങൾക്കാണ് വരുന്നത്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കണമെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. തേർഡ് പാർട്ടി ഇപ്പം നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണ് സമാധാനം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആണെന്ന് തേർഡ് പാർട്ടിക്ക് മനസ്സിലായി. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എപ്പോഴും അവരുടെ ചിന്തകളിലും അവരുടെ സംസാരത്തിലും അവരുടെ പോക്കിലും വരവിലും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നതെന്നും നിങ്ങളിൽ തന്നെയാണ് അവർ ഇപ്പോഴും അട്രാക്റ്റഡ് ആയിരിക്കുന്നതെന്നും തേർഡ് പാർട്ടിക്ക് മനസ്സിലായതോടുകൂടി അവർ ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. സ്നേഹം കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള സാമ്പത്തികമാണെങ്കിലും ശരി തന്നെ, കെയറിങ് ആണെങ്കിലും ഒരുപാട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ തേർഡ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. തേർഡ് പാർട്ടിക്ക് മനസ്സിലായി നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലായതോടുകൂടി അവർ കൂടുതൽ വർക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടെ പോസിറ്റീവും അഫർമേഷനും ഒക്കെ കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്തെന്ന് നോക്കാം. ഓക്കെ, കൂടുതൽ റെസനേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അവരുടെ കോള് മെസ്സേജ് അല്ലെങ്കിൽ അവരെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓവർ തിങ്കിങ് ഉണ്ട്. നിങ്ങൾ അവരുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ, വിവാഹം കഴിച്ച ദിവസങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുറേ പ്രോമിസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോമിസുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കരച്ചിലും വിഷമങ്ങളും ഒക്കെ ഉറക്കമില്ലാത്ത രാത്രികളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി ആരെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അങ്ങനെ അറിയാവുന്നവർക്ക് മാത്രമാണ് പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി ആരെന്ന് അറിയുന്ന വ്യക്തികൾക്ക് എൻ്റെ വ്യൂസിന് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? ഓക്കെ, നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. എൻ്റെ വ്യൂസിന് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? ഓക്കെ, ഇവിടെ 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങൾക്ക് ജസ്റ്റിസ് വേണം. തേർഡ് പാർട്ടി നിങ്ങളുടെ ആ ലൈഫിൽ നിന്നും ഒഴിഞ്ഞു പോകണം, വിട്ടുമാറി പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നീതി വേണം, ന്യായം നിങ്ങൾക്ക് വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ബാലൻസ് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് എടുക്കാം. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയിലാണ്. ഒരുപാട് വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ നിങ്ങളോട് ഒരു ദേഷ്യവും അവർക്ക് തോന്നുന്നില്ല. ഓക്കെ, നിങ്ങളോടുണ്ടായിരുന്ന ദേഷ്യമൊക്കെ മാറിയിട്ട് ഇപ്പോൾ അവർ ഫെമിനാൻ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പം നിങ്ങളെ ഓർത്തിട്ട് അവർക്ക് എപ്പോഴും കരച്ചിലാണ്. ഓക്കെ, മസ്കുലൈൻ എനർജിയിലായിരുന്നു. നിങ്ങളോട് എന്തിനും ഏതിനും വഴക്കിടുകയും നിങ്ങളെ കുറ്റം പറയുകയും തേർഡ് പാർട്ടിയാണ് നല്ലതെന്ന് പറയുകയും ഒക്കെ ചെയ്ത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ഫെമിനാൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ആ ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവരിപ്പം ഒന്നിനും അവർക്ക് മനസ്സില്ല. അവരുടെ കൂടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും അവരിപ്പോൾ അടഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. നിങ്ങളുടെ ഇടയിൽ എപ്പോഴും ചില കാര്യങ്ങളെ എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്ന, അവർക്ക് സമാധാനം കൊടുക്കാത്ത രീതിയിൽ എപ്പോഴും കോൾ ചെയ്തില്ല, അല്ലെങ്കിൽ എന്നെ വിളിച്ചില്ല, കണ്ടില്ല, സ്നേഹിച്ചില്ല എന്നുള്ള കംപ്ലൈൻറ്റ് പറയുന്നതായിട്ടുള്ള ഒരു സ്വഭാവത്തിലായിരുന്നു നിങ്ങളെങ്കിൽ ആ ഒരു കാര്യം കാരണമാണ് നിങ്ങളിൽ നിന്നും അവർക്ക് വിട്ടുപോകേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു സ്വഭാവം നിങ്ങളിൽ നിന്നും മാറ്റിയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു തേർഡ് പാർട്ടിയുടെ കൂടെ പോകുകയോ മറ്റുള്ളവരുടെ ഇടയിൽ അപമാനിക്കപ്പെടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനോ, അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിലും ശരി തന്നെ, ഫാമിലി ആണെങ്കിലും ശരി തന്നെ, അവർ പറയുന്നത് പോലെ കേട്ടു പോകേണ്ടി വരികയും ഇപ്പോൾ അവരനുഭവിക്കുന്നത് ആ സിറ്റുവേഷനിൽ ചെന്ന് വീഴുകയൊന്നും ചെയ്യില്ലായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു കംപ്ലൈൻറ്റിങ് നേച്ചറാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങളെ വേദനിപ്പിക്കുന്നതിന്, ഇപ്പോൾ അവർ സ്വയം വേദനിക്കുന്നതിനൊക്കെ കാരണമാകുന്നത് നിങ്ങൾ കാരണമാണ്. നിങ്ങളുടെ ഈ ഒരു കംപ്ലൈൻറ്റ് പറച്ചിൽ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇപ്പോഴും അവർ സ്റ്റക്ക് സിറ്റുവേഷനാണ്. നിങ്ങളെ വിട്ടു പോകാനൊന്നും അവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകരുതേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.